ഹായ് ഗൈസ്, ഞാൻ തന്നെയാണ്. ഞാൻ കുറച്ച് വേറെ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ചെറിയൊരു വിഗ് വെച്ചിട്ട് ഒരു ചേഞ്ച്. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ അറിവ് പകർന്ന വീഡിയോസ് മാത്രം ചെയ്തപ്പോൾ എൻ്റെ ടോക്കീസിലോട്ട് ആരും വരുന്നില്ല, മീനാക്ഷി ടോക്കീസിലോട്ട്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്താ മീനാക്ഷി ടോക്കീസ് എന്ന് പേരിട്ടാണ്. പണ്ട് ഞാനൊരു 3-4 മാസം ആകുമ്പോഴേ അമ്മയ്ക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളുള്ളായതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഐ ഹാർഡ് എ സ്റ്റോറി, ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അവിടെ 4 അച്ഛൻ്റെ അനിയന്മാരുണ്ട്. അപ്പോൾ അവർ 4 കട്ടിലിൽ കിടക്കും, നടുക്ക് എൻ്റെ തൊട്ടിലുമാണ്. അപ്പോൾ ആദ്യം ആരുണരുമോ അവരെടുത്ത് കട്ടിലിൽ വെച്ചിട്ട് എനിക്ക് കുപ്പിപ്പാൽ തരുമായിരുന്നു. 4 months 5 months ലൈക്ക് ദാറ്റ്. അതിൽ 2 പേര് എന്നെ വിളിച്ചിരുന്നത് മീനാക്ഷി എന്നാണ്. അപ്പോൾ ആ പേര് ഒരാൾ മരിച്ചുപോയി, മരിക്കും വരെ വിളിച്ചിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഒരാൾ ഇപ്പോഴും ജീവിച്ചിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ എന്നെ വിളിക്കുന്ന മീനാക്ഷി. ദാറ്റ്സ് വൈ ഈ മീനാക്ഷി ടോക്കീസ് എന്ന പേര് വന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയിടം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ കൂടുതലും ദരിദ്രരാകുന്നു എന്നാണ്. അപ്പം സമ്പത്ത് കൈവന്നാൽ മാത്രമേ നമ്മൾ സമ്പന്നനാവൂ എന്ന് കരുതുന്ന ചിലരുണ്ട്. എന്നാൽ സത്യം ഇതിന് വിപരീതമാണ്. സമ്പന്നനെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പക്കലേക്ക് സമ്പത്ത് എത്താൻ കാത്തിരിക്കുന്നത് ഒരു കെണിയാണ്. അപ്പം ലൈക്ക് മീ, ഞാൻ എൻ്റെ കയ്യിൽ സമ്പത്തില്ല, ഞാനത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ്. അപ്പോൾ അതൊരു കെണിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ണുമടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ലഭിക്കുന്നതിന് മുമ്പേ ആ ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും അത് ലഭിച്ചതിനുള്ള കൃതജ്ഞതയോടും വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ചികിത്സിക്കാൻ പൈസ ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരെ കണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 25,000 രൂപ വേണമെങ്കിൽ 25,000 രൂപ കിട്ടുമോ, അവരോട് ചോദിച്ചാൽ തരുമോ, ഇവരോട് ചോദിച്ചാൽ തരുമോ? അങ്ങനല്ലെന്നേ. 25,000 കിട്ടിയെന്ന് മനസ്സിലങ്ങ് വിചാരിക്കുക. 25,000 കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുക. 25,000 നിങ്ങളുടെ കിട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ ഈ വിളക്ക് കത്തിക്കുമ്പോഴേ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് അണഞ്ഞു പോവും. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇത് അണയത്തില്ല, അണഞ്ഞില്ല എന്ന് മനസ്സിലായോ? പിന്നെ ചില ആളുകൾ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും മാത്രം ജീവിക്കേണ്ടവരാണെന്ന് ചിന്ത അങ്ങ് മാറ്റുക. അതേസമയം ഈ ലോകത്തിലെ സമ്പത്തെല്ലാം അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. നമ്മുടേതെന്ന് നമുക്ക് സാധ്യമെന്ന് നമുക്കുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ച് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതെന്തും നമുക്ക് ലഭിക്കും. നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ശക്തിയും സാന്നിധ്യവും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാഹചര്യങ്ങളും നിബന്ധനകളും നമ്മുടെ ഉപബോധ മനസ്സിൽ ബിംബങ്ങളായും വികാരങ്ങളായും വിശ്വാസങ്ങളായും നാം പതിപ്പിക്കുന്ന ബോധചിന്തകൾക്കനുസരിച്ച് രൂപപ്പെടും. അതായത് ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കണം. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ രക്ഷപ്പെടും, നമ്മൾക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയണ ഒരു മാല അല്ലെങ്കിൽ ഒരു വള, ഇതൊക്കെ നമുക്ക് കിട്ടും. നമ്മളങ്ങനെ അങ്ങ് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച പിന്നെ നമ്മൾ അതിനെ സ്നേഹിച്ച് തുടങ്ങണം. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, എനിക്ക് ഈ സ്വർണത്തോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ സ്വർണ്ണത്തിന് പകരം ഞാൻ ഈ 10 രൂപ, ഇതിപ്പോൾ 40-50 രൂപയുടെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഈ സ്വർണം അത് നമ്മൾ ഒരു ആപത്തിൽ ഉപകരിക്കപ്പെടും. ആപത്ത് വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ സ്വർണ്ണത്തെ ഞാൻ വെറുത്തത് കൊണ്ട് അത് എന്നിലേക്ക് എത്ര വന്നാലും അതുപോലെ അങ്ങ് പോകും. അപ്പോൾ അത് നമ്മൾ ഒരു സാധനത്തെ സ്നേഹിക്കണം. നമുക്കത് വേണമെന്ന് വിചാരിച്ചാലേ നമ്മുടെ കയ്യിലേക്ക് അത് എത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ കൂടുതൽ ദരിദ്രരുമാവുന്നതെന്ന് വെച്ചാൽ, കരുണാമയമായ ഒരു പ്രപഞ്ചശക്തി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉദാരമായ ബുദ്ധിവൈഭവമേറിയ സമൃദ്ധിക്ക് അതിരുകളില്ലാത്ത ലോകത്താണ് നമ്മൾ വസിക്കുന്നെന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ ദൃഢവിശ്വാസം നമ്മുടെ സാഹചര്യങ്ങളും പ്രവൃത്തികളിലും ഫലിക്കും. ഒരു കരുണാമയനായ കൈൻഡായ ഒരു പ്രപഞ്ചശക്തി ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് അവിടാണ് നമ്മൾ വസിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ദൈവം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വായുവുണ്ട്, വെള്ളമുണ്ട്, മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചേക്കുവാണ്. അപ്പം ഇങ്ങനെ ഇതിനൊന്നും ഈ അനന്തമായ സാധ്യതകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ അർഹരല്ല എന്ന് വിചാരിച്ച് ജീവിക്കരുത്. ഇതെല്ലാം നമുക്ക്
അർഹമാണ്. ഇത് ഈ ഭൂമിയിൽ കാണുന്ന നിരവധി ട്രഷറുകൾ, നിധികൾ നമ്മൾക്ക് അർഹമാണ്. നമ്മൾ ചോദിക്കുന്ന 1 ലക്ഷമോ 2 ലക്ഷമോ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച ഒരു ഡോട്ട്, ഒരു ചെറിയ ഡോട്ടാണ്. അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പം സമൃദ്ധിയുടെ ചിന്ത സമൃദ്ധി സൃഷ്ടിക്കും, ഇല്ലായ്മയുടെ ചിന്ത ഇല്ലായ്മയും സൃഷ്ടിക്കും. അതിനാലാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ കൂടുതൽ ദരിദ്രരുമായി തീരുന്നത്. ഇപ്പം എൻ്റെ ഉള്ളിൽ കാനറ ബാങ്കിലെ ലോണ്, കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണ്, പിന്നെ വേറെ പേര് പറയാൻ അവരൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ ചിന്തയെങ്കിൽ എനിക്ക് ലോണുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുക. അതേസമയം ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കാതെ പണത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതെന്നിലേക്ക് തന്നെ വരും, അതെനിക്കുള്ളതാണ്. ഞാൻ ഈ സമൃദ്ധിയെക്കുറിച്ച് മാത്രം, ഇപ്പോൾ കാശുള്ളവരെപ്പോഴും അവർക്കിങ്ങനെ ഇല്ലായ്മയുടെ ചിന്തകളില്ല. നമ്മൾ ഇല്ലായ്മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് പിന്നെ പണത്തിന് ഒരു മഹത്വം കൊടുക്കണം. അത് എൻ്റെ ജീവിതത്തിൽ ഈ 25 വർഷവും ഞാൻ കഷ്ടപ്പെട്ടത് എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങളോട് പറയുക. അത് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. നിരവധി ലേഖനങ്ങൾ, ഒരു ഉദാഹരണം പ്രസിദ്ധീകരിച്ചുള്ളൊരു മികച്ച എഴുത്തുകാരി ഈ ജോസഫ് മർഫിയോട് പറയുകയാണ്, ഞാൻ എഴുതുന്നത് പണത്തിനായിട്ടല്ല. അപ്പോൾ മർഫി ചോദിച്ചു, പണത്തിന് എന്താണ് കുഴപ്പം? നിങ്ങൾ എഴുതുന്നത് പണത്തിനായിട്ടല്ല എന്ന സത്യമാണ്, പക്ഷേ ഏത് തൊഴിലിനും ഉചിതമായ കൂലി അർഹിക്കുന്നുണ്ട്. ഇനി എൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ 2000 നഴ്സിംഗ് പാസ്സായി ഇറങ്ങിയപ്പോൾ മദർ തെരേസ എനിക്ക് ഞാൻ മദർ തെരേസയുടെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. അപ്പോൾ ഈ പൈസ സ്ഥാപനങ്ങളിൽ ചോദിക്കുന്നത് എനിക്കൊരു മടിയാണ്. അപ്പോൾ നമ്മൾ ചൂഷണം ചെയ്യാനാണ് ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ഒരിടത്ത് ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾക്കൊരു 10,000 അല്ലെങ്കിൽ 15,000 രൂപയെ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ശക്തി, നമ്മൾക്ക് ഏറ്റവും നല്ല കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഐ ആം പ്രൗഡ് ദാറ്റ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ഒരിക്കൽ പോലും ഞാനൊരു പേഷ്യൻറ്റിനോട് മുഖം കറുത്ത് സംസാരിക്കുകയോ അവരെൻ്റെ കെയർ നല്ലതല്ലെന്ന് പറയുകയോ അത് മാത്രമേ എനിക്ക് കൈമുതലുള്ളൂ. ഒരുപാട് പേർക്ക് സാന്ത്വനം നൽകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ആ സാന്ത്വനം മാത്രമാണ്. അവിടെ പണം ചോദിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറച്ചിലായി ഞാൻ കരുതി പണം ചോദിക്കാൻ. ഈ സ്ത്രീ പറഞ്ഞതുപോലെ അപ്പോൾ ഈ നമ്മുടെ മെർഫി തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ എഴുത്ത് മറ്റുള്ളവരെ പ്രചോദിതരാക്കുന്നു. ഞാൻ ചെയ്യുന്ന ജോലി മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നുണ്ട്, അവരെ ഉയർത്തുന്നു. മനസ്സിലായോ? നമ്മൾ ഡെലിവറി ടൈമിൽ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊടുക്കുന്നുണ്ട്, CPR കൊടുത്തൊരു ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്, മുറിവുകൾ ഉണക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവരെ ഉയർത്തുക. അപ്പോൾ നമ്മളും അർഹിക്കുന്നുണ്ട് പൈസ. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നതേ നമുക്ക് കുറച്ച് പൈസ മതി, ചോദിക്കുന്നത് തെറ്റാന്ന് വിചാരിച്ചിരുന്നു. നിങ്ങൾ ശരിയായ മനോഭാവം കൈക്കൊള്ളുമ്പോൾ വളരെ സമൃദ്ധമായ രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിഫലം ലഭിച്ചു. ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? എനിക്ക് ഇന്ന പ്രൊസീജിയറുകൾ അറിയാം, ഞാനൊരു എഫിഷ്യൻറ്റ് സ്റ്റാഫ് നഴ്സാണ്, എനിക്ക് ഇത്ര ശമ്പളം തരൂ എന്ന് ചോദിക്കണമായിരുന്നു. ഈ 22 വർഷവും ഞാൻ ചോദിച്ചില്ല. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് ചെയ്യുമ്പോൾ ഞാൻ നേഴ്സാണ്, ഞാൻ ശമ്പളം ചോദിക്കാൻ പാടില്ല, തരുന്നത് മേടിക്കാം. ഞാൻ ഒരിടത്തും ഇത്രയും കാലവും ഈ ഒരു ചിന്ത എന്നിൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മറുപടി കിട്ടിയോ. എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, 25 വർഷമായിട്ടും എന്താ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തതെന്ന്. ഇനി ആളുകളുടെ ചിന്തകളിലും പ്രേരണകളിലുമാണ് നന്മയും തിന്മയും കുടികൊള്ളുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിൻ്റെ നിയമങ്ങളുടെ ദുരുപയോഗത്തിൽ നിന്നുമാണ് എല്ലാ തിന്മയും ഉറവെടുക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പണത്തോട് സൗഹൃദം സ്ഥാപിക്കാം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവൻ വലിയ പണക്കാരൻ, ഈ പണം എന്തിനു കൊള്ളാം. അപ്പോൾ നമ്മളവിടെ പണത്തോട് നമ്മൾ ശത്രുത കാണിക്കുന്ന ഒന്നും നമ്മുടെ അടുത്ത് വരത്തില്ലെന്നേ. ഒരു കുട്ടിയെ നമ്മൾ സ്നേഹത്തോടെ വിളിച്ചാലേ കുട്ടി നമ്മുടെ അരികത്തിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സൗഹൃദം, അതിനെ സ്നേഹിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ചിലർ ഈ പേഴ്സിനകത്തൊക്കെ പൈസ ഇടിച്ചു കുത്തി വാരിയൊക്കെ വെക്കുന്നതാണ്. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഓരോ പൈസയും ഇങ്ങനെ സൂക്ഷിച്ച് അടുക്കി പറക്കി വെക്കും. പൈസയ്ക്ക് നമ്മളൊരു ബഹുമാനം, എന്തിന് നമ്മൾ ബഹുമാനം സ്നേഹവും കൊടുക്കുമോ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്യാൻസർ സെൻറ്ററിൽ ചെന്നിരുന്നപ്പോഴേ ഒരുപാട് പേര്, ഞാനൊരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഈ ക്യാൻസറിൻ്റെ പുറകിൽ അവർ പിന്നെ പറയുന്നതെല്ലാം ഈ പൈസ ഇല്ലാത്തതിൻ്റെ കഥകളാണ്. അടുത്തത്, ധനപ്രവാഹമുള്ളപ്പോൾ
ജീവിതം ഐശ്വര്യകരമാണ്. ജനങ്ങൾ പരിതപിക്കാനും ആശങ്കപ്പെടാനും തുടങ്ങുമ്പോൾ ഭയം എന്ന വിരൂപ സത്വം തലയുയർത്തുന്നു. അങ്ങനെ ജീവിതത്തിൽ വിഷാദവും മാന്ദ്യവും നിഴലിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ തുച്ഛമായ ശമ്പളം ഇപ്പോഴും 1000 rupees പെർ ഡേ ഒരു സ്റ്റാഫ് നഴ്സിന് കൊടുക്കാൻ 22 വർഷമായവർക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് അടിയുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ ഭക്ഷണം, റെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞാൽ എന്താ എനിക്ക് കിട്ടുന്നേ? ഒന്നുമില്ല. അയ്യോ, നാളെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടായി. ഞാൻ രക്ഷപ്പെടുമോ? ഇല്ല. പക്ഷെ ഞാൻ പെടും കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഈ ആശങ്ക വരുമ്പോൾ നമുക്ക് എന്തോ വരും? വിഷാദവും മാന്ദ്യവും വരും. ഈ പ്രകൃതിയിൽ ക്ഷാമമില്ല. അത് സമൃദ്ധവും ഉദാരവുമാണ് പ്രകൃതി. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഒരു വർഷം പഴുത്ത് വീണ് ചീഞ്ഞളിയുന്ന പഴങ്ങൾ മാത്രം മതി ഈ ലോകത്തിന് മുഴുവൻ ഭക്ഷണമാകാമെന്ന് പറയുന്നു. പ്രകൃതിയുടെ സമൃദ്ധിയെ ചൂഷണം ചെയ്യുന്നതും അവ വിതരണം ചെയ്യുന്നതിനുള്ള പരാജയമാണ് ഈ അപ്പോൾ ഉഷ്ണമേഖലാ സ്ഥലങ്ങളിലൊക്കെ ഈ പൊഴിഞ്ഞു വീണ പഴം പുറക്കിയെടുത്ത ഈ ആഫ്രിക്കയിലും ഉഗാണ്ടയിലും ഒക്കെയുള്ള ദാരിദ്ര്യം തീർക്കാം. പക്ഷേ നമ്മളത് ചൂഷണം ചെയ്യുക. ഇനി ഒരേ ഒരു തിന്മ അജ്ഞതയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ അജ്ഞത എന്ന് പറഞ്ഞാൽ പൈസ ചോദിക്കുന്നത് തെറ്റാണ്. സ്വർണ്ണത്തെ എനിക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ എൻ്റെ അജ്ഞതയാണ്. അതിൻ്റെ പരിണിതഫലമോ എൻ്റെ സുഹൃത്ത് ചോദിച്ച 25 വർഷവും സ്വർണ്ണവും. അതെന്താ, അത് എനിക്ക് മഞ്ഞലോഹം ഇഷ്ടമില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് അത് എത്തത്തില്ല. അപ്പോൾ സ്വർണം, വെള്ളി, ചെമ്പ്, നിക്കൽ, പ്ലാറ്റിനം തിന്മയായി കരുതുന്നത് മണ്ടത്തരമാണ്. അതൊക്കെ സ്നേഹിക്കണം. അപ്പോൾ മാത്രമേ നമ്മളിലേക്ക് ഇത് വരുള്ളൂ. അത് വിവേകശൂന്യതയാണ്. ഇനി ഈ മറ്റേ സ്ത്രീയുടെ കാര്യം, എൻ്റെ കാര്യം പറഞ്ഞോളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൈസയ്ക്കൊന്നും അല്ല ജോലിക്ക് വരുന്നത്. ഞാൻ ഈ കെയർ സെൻ്ററുകളിലൊക്കെ പോകുമ്പോൾ അവർ സാലറി വരുമ്പോൾ പൈസയ്ക്കൊന്നുമല്ല, എനിക്ക് സർവീസിനോടുള്ള, എനിക്ക് ഈ ഓൾഡ് ഏജ് പീപ്പിൾസിൻ്റെ കെയർ ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഒരു പാഷനാണ്. അവരോട് വർത്തമാനം പറയാനും അവരോട് സമയം ചെലവഴിക്കാനൊക്കെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പൈസ ഒരു കൺസേണായിട്ട് കരുതിയിട്ടില്ല. അപ്പോൾ ഈ പണത്തോടുള്ള ഈ സ്ത്രീ പറഞ്ഞില്ലേ, പണം എനിക്ക് വെറുപ്പാണ്, അതിന് വേണ്ടിയല്ല എഴുതുന്നതെന്ന്. അപ്പം ഇവർക്ക് പണം കിട്ടുന്നില്ല. അപ്പോൾ മെർഫി അവർക്കൊരു ഉപദേശം കൊടുത്തു. എന്താണ്? ഒരു ലളിതമായ രീതി അവരുടെ സാമ്പത്തികം ഇരട്ടിച്ചു. അതെങ്ങനെയാണെന്നറിയാമോ? ആ സ്ത്രീ വാക്കുകൾ ദിവസവും ഉരുവിട്ടു. എൻ്റെ എഴുത്തുകൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മനസ്സിനെ അനുഗ്രഹിക്കുകയും മുറിവുണുക്കുകയും പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ഉത്കൃഷ്ടമാക്കുകയും ചെയ്യുന്നു. ഞാൻ കൊടുക്കുന്ന ചികിത്സ, എൻ്റെ കാര്യം ചികിത്സ രോഗികളുടെ മുറിവ് ഉണക്കുന്നു, അവർക്ക് ആശ്വാസം നൽകുന്നു എന്ന് എനിക്ക് പറയാം. എനിക്ക് മഹത്തായ രീതിയിൽ ദൈവിക പ്രതിഫലം ലഭിക്കുന്നു. ഞാൻ നല്ല കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ദൈവിക പ്രതിഫലം ലഭിക്കുന്നു. ഒരേ ചൈതന്യത്തിൽ നിന്നുമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ പണത്തെ ഞാൻ ദൈവികമായ പദാർത്ഥമായി നോക്കിക്കാണുന്നു. ഒരേ ചൈതന്യത്തിൽ നിന്നാണ്, ഒരേ ശക്തിയിൽ നിന്നാണ് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യൂണിവേഴ്സിലായ വളരെ വളരെ ട്രഷേഴ്സുള്ള യൂണിവേഴ്സ്. അപ്പോൾ ദ്രവ്യവും സത്തയും ഒന്നാണെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ പണം നിരന്തരം പ്രവഹിക്കുന്നുണ്ട് എന്നവർ പറഞ്ഞു. ഇങ്ങനെ പറയുക, ഞാൻ വിവേകത്തോടും സൃഷ്ടിപരമായും അത് ഉപയോഗിക്കുന്നു. പണം തടസ്സങ്ങളില്ലാതെ സന്തോഷത്തോടെ അവസാനമില്ലാതെ എന്നിലേക്ക് ഒഴുകുന്നു. പണം എന്നത് ദൈവ മനസ്സിൻ്റെ ആശയമാണ്. അത് നല്ലതാണ്, വളരെ നല്ലതാണ്. നിങ്ങൾ ഇതിൻ്റെ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത്രയ്ക്ക് ആഴത്തിൽ RCC വിസിറ്റുകൾ എന്നിൽ ഏർപ്പിച്ച മുറിവുകളാണ് എന്നെ ഇതിനൊക്കെ പ്രചോദിപ്പിച്ചത്. ഈ RCCയിൽ ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാരുടെ എല്ലാ മുഖത്ത് ഇത് ക്യാൻസർ, പലതരത്തിലുള്ള ക്യാൻസറുണ്ട്. നിങ്ങൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ അത് അതുപോലെ ആവുക. നിങ്ങൾക്കൊരു ഞാൻ ഫോൾസ് ഹോപ്പ് തരുകയല്ല, എന്നുവെച്ചാൽ പലതരത്തിലുള്ള ക്യാൻസറുണ്ട്. 28 വർഷമായി ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം. ഒരു ബ്രസ്റ്റ് എടുത്തു കളഞ്ഞാൽ അത് ഭർത്താവിന് പ്രശ്നമാകുമോ എന്ന് വിചാരിച്ച് അത് എടുത്തു കളയാതെ 6 മാസം കൊണ്ട് മരിച്ചുപോയ സ്ത്രീകളെയും എനിക്കറിയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ക്യാൻസർ സെൻ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് വിവരമുള്ള മനുഷ്യരുണ്ട്, ഡോക്ടേഴ്സ്, ഇതിനെക്കുറിച്ച് പഠിച്ചവർ നിന്ന് എന്താണ് നിങ്ങളുടെ ചികിത്സ എന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ ശേഷം അതിനുള്ള സാമ്പത്തികം നിങ്ങളെ സഹായിക്കാൻ ചുറ്റും സംഘടനകളുണ്ട്, അത് കണ്ടുപിടിക്കുക.
ഒരിക്കലും ഡിപ്രസ്ഡ് ആവാതിരിക്കുക. അങ്ങനെ പറയല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വേദന വരില്ല. ഡിപ്രസ്ഡ് ആവാതെ അവനെ ഒരു ശത്രുവായി കാണുക. നമ്മൾ ഈ എന്തോ പറയുന്നത്, കുറേ വസ്തുക്കളുണ്ടല്ലോ നമുക്ക് കഴിച്ചുകൂടാൻ വയ്യാത്ത സാധനങ്ങൾ. ഇപ്പം ബൂസ്റ്റും ഹോർലിക്സും പോലും കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതിനകത്ത് എല്ലാം ക്യാൻസറസ് ആയ കുറേ സാധനങ്ങൾ നമ്മൾ വളരെ നല്ലതെന്ന് വിചാരിച്ച് കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണിത്. അപ്പോൾ ഇതിനെ ഓടിക്കാൻ ഇവനെ ശത്രുവായി കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതിൻ്റെ ചികിത്സ എന്താണ്, അതിൻ്റെ സാമ്പത്തിക എവിടെ നിന്ന് വരും, കണ്ടുപിടിച്ച് ചികിത്സ കഴിഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്, ഇനി കീമോ ആവശ്യമുണ്ടെങ്കിൽ അതിനോട് കൂടെ വരുന്ന കീമോ പെയിൻഫുള്ളാണ്, തലമുടി പോകും, ഇതൊക്കെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം തലമുടി ഒന്ന് വഴിച്ചിറക്കി കളഞ്ഞാൽ നല്ല മുടി പിന്നെ വരും. അതിനെ ആ സെൻസിലെടുക്കാം നമുക്ക്. ഒരിക്കൽ ഞാനൊക്കെ പോയി മുടി ഇങ്ങനെ വഴിച്ചിറക്കി ഇങ്ങനെ ഇറക്കി കളയുമ്പോൾ പിന്നെ നല്ല മുടി വരും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് എടുക്കാം, മനസ്സിലായോ? പിന്നെ കീമോയുടെ പരിണിത സൈഡ് എഫക്ട്സുകൾ വരും, കൂടെ ഛർദിലൊക്കെ വരും. നിങ്ങൾക്ക് ആർക്ക് ക്യാൻസർ വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ്. അത് എവിടെയാണെന്ന് ചോദിക്കണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്ന് പെർമിഷൻ എടുത്തതിന് ശേഷം, എനിക്കത് പറയാമോ എന്നറിയത്തില്ല. ആദ്യം ചെയ്യേണ്ട ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിൻ്റെ അസിസ്റ്റൻസാണ്. നിങ്ങളുടെ ആ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടു, തെറാപ്പി കഴിഞ്ഞു, നിങ്ങൾക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാം. ഇനി അത് പറ്റാത്തൊരു കാര്യമാണ്, അതിപ്പോൾ പറയാം, ഇപ്പം തിരിച്ച് ജീവിതത്തിലോട്ട് വരാൻ പറ്റില്ല എങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പണം ദൈവ മനസ്സിൻ്റെ ആശയമാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പണം തിന്മയാണെന്നും ദാരിദ്ര്യത്തിന് ചില ഗുണങ്ങളുണ്ടെന്നും ദൈവം പണക്കാരേക്കാൾ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്നു എന്നുമൊക്കെയുള്ള അസംബന്ധങ്ങളായ അന്ധവിശ്വാസങ്ങളെ ഈ വിശ്വാസ പ്രമാണം ഉന്മൂലനം ചെയ്യുന്നു. ഈ സ്ത്രീ പറഞ്ഞ ഒരു വിശ്വാസ പ്രമാണമുണ്ട്, ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. അപ്പോൾ ഈ സ്ത്രീ പണത്തോടുള്ള മനോഭാവം മാറ്റിയപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. 3 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം 3 മടങ്ങായി. അത് അവരുടെ സാമ്പത്തികമായ ഉയർച്ചയുടെ തുടക്കം മാത്രമായിരുന്നു. പണത്തോടുള്ള സമീപനം ഇപ്രകാരം മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ മാത്രം മതി. എന്നാൽ എനിക്ക് പണം മാത്രം മതി, മറ്റൊന്നും വേണ്ട, പണം മുഖ്യമാണെന്ന് ചിന്തിച്ചാലോ, അതും മണ്ടത്തരമാണ്. എനിക്കെല്ലാം വേണം, മനസ്സിലായോ? അപ്പോൾ എനിക്ക് 25 വർഷം പറ്റിയ അബദ്ധം, ഞാൻ പിന്നെ ഐ വോണ്ട് ടു ബിക്കം ലൈക്ക് മദർ തെരേസ, ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചു, ഇങ്ങനെയായി. അപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ ഇടക്കാലം ഇങ്ങനെ വന്നു എന്ന് ചിന്തിച്ചപ്പോൾ ഇതാണ്, ഞാൻ ചെയ്യുന്ന ജോലിക്ക് അനുയോജ്യമായ കൂലി വാങ്ങാൻ ഞാൻ പഠിച്ചില്ല. പണത്തെ ഞാനൊരു ശത്രുവിനെ പോലെ കണ്ടു. അപ്പോൾ അത് എൻ്റെ അരികിലേക്ക് വരുമോ? ഇല്ല. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ മർഫിയുടെ പല ബുക്കുകൾ വായിച്ച് റെഫർ ചെയ്തിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചിലർക്ക്, എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരിൽ എനിക്കും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോ, സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ഇപ്പം എനിക്കത് പുറത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് മനുഷ്യരാണ് വേദനിപ്പിക്കും, ദൈവങ്ങളല്ല. അപ്പോൾ ഞാൻ സമയമാകുമ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണ എന്നെ വേദനിപ്പിച്ചൊരൊറ്റ കാര്യമേ ഉള്ളൂ. ഇനി എനിക്ക് നിങ്ങളോട് എപ്പോഴും ഞാനൊരു ടിപ്പ് പറയും, ആ ടിപ്സ് പറയാമെന്ന് പറയുന്നത്. അതിൽ ഒന്ന് ഞാൻ പറയുന്നത്, 25 വയസ്സ് മുതൽ നിങ്ങൾ 5000 രൂപ മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 50 വയസ്സാകുമ്പം എത്ര രൂപ കിട്ടും നിങ്ങളൊന്ന് പോയി അന്വേഷിക്കണേ. 25 വയസ്സിൽ 5000 രൂപ സ്റ്റാർട്ട് ചെയ്താൽ 50 വയസ്സാകുമ്പോൾ എത്രയാവുന്നു? പിന്നെ എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുത്തിരിക്കണേ. കാരണം പല വീടുകളിലും ഒരു രോഗം വരുമ്പം അടിത്തറ ഇളകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയതാണ് മെഡിക്കൽ ഇൻഷുറൻസ്, ഇല്ലെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ കാണത്തേ ഇല്ല. അതുകൊണ്ടൊരു 25 ആവുമ്പോഴേ നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എപ്പോഴും സേഫായിരിക്കും. ഇൻഷുറൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവരെ ഞാൻ കോൺടാക്റ്റ് ചെയ്തും തരാം. ഓക്കെ, ബൈ.